ആ മോളെ, അല്ല അമ്മ, അല്ല ഇനിയിപ്പം എന്നെ മനസ്സിലാവത്തുണ്ടായിരിക്കോ? എന്തേലോട്ടെ. എടാ കൊച്ചു കള്ള നാണക്കാരാ, ഇതെന്ത് പറ്റിയതാ? അതിന്റെ ഇത് ഇവിടെ മാത്രമുള്ള വേറെ എവിടെയെങ്കിലും ഉണ്ടോ? പറയടാ പറയടാ. അതൊക്കെ ഒരു വലിയ കഥയാണ്. അമ്മേ, ഇതാണ് ഇന്നലെ സംഭവിച്ചത് എൻ്റെ മാമ. എടാ, കാര്യം ഞാൻ നിന്റെ അമ്മാവനൊക്കെ ആണല്ലോ. ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, എന്നാലും ഒരു കൗതുകം കൊണ്ട് ചോദിക്കുക. ഇന്നലെ ഈ ഫസ്റ്റ് നൈറ്റ് ആയിട്ട് അപ്പൊ ഒന്നും നടന്നില്ലേ? അറിയാതെ തൊട്ടപ്പം ഇങ്ങനെ, അറിഞ്ഞു തൊട്ടാ ഫസ്റ്റ് നൈറ്റ് എങ്ങാനും ഇന്നലെ നടന്നിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റിന്റെ അന്ന് തന്നെ എൻ്റെ ലാസ്റ്റ് നൈറ്റും പിറ്റേ ദിവസം എൻ്റെ ശവടക്കം കഴിഞ്ഞേനെ. അല്ല, അതിപ്പോ എൻ്റെ കിളി പോയതാണോ അതോ നിങ്ങളുടെ കിളി പോയതാണോ എന്നും മൊത്തത്തിൽ അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് ചോദിക്കുക. സത്യത്തിൽ ഇന്നലെ നിങ്ങളുടെ കല്യാണം തന്നെയല്ല കഴിഞ്ഞത്. അത് പോയിന്റ് മാമ, ഞങ്ങളുടെ രണ്ടുപേരുടെയും, അല്ല എൻ്റെയും അവളുടെയും പ്രശ്നം ഒന്ന് തന്നെയാണ്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എന്നെ പോലെ തന്നെ ഒരു താല്പര്യം ഇല്ലാണ്ട് ഫോഴ്സ് ചെയ്തിട്ടാണ് അവളും ഈ കല്യാണം എന്നുള്ള ചടങ്ങിക്ക് എത്തിയത്. നിങ്ങൾക്കായിരുന്നല്ലോ ഞാൻ കെട്ട് 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 എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടന്നിരുന്നു. 30 വയസ്സ് കഴിഞ്ഞാൽ മുന്നിപ്പോലെ ഒരു പെണ്ണിനെ കാണൂല എന്ന് പറഞ്ഞിട്ട് 30-ാം വയസ്സിൽ തന്നെ കെട്ടും നടക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാരും കൂടെ അല്ലേ എന്നെ പിടിച്ച് കെട്ടിച്ചത്? കൂട്ടുക്കാൻ എൻ്റെ ആ തള്ളയും. ഇപ്പൊ സമാധാനം എല്ലാവർക്കും. എടാ, അപ്പൊ നീ ഇതെല്ലാം അറിഞ്ഞോണ്ടാണോ? ഇതിന്റെ തന്തയും തള്ള എങ്ങനെ അറിഞ്ഞാണ്ടല്ലോ? മാമ, അതുകൊണ്ടല്ലേ കല്യാണത്തിന്റെ മുമ്പ് എന്നെ മാമനും വിളിച്ച് വീടും അറേഞ്ച് ചെയ്ത് കല്യാണം കഴിഞ്ഞന്ന് വൈകിട്ട് തന്നെ ഞാനും ഓളും ഇങ്ങോട്ട് പോകുന്നത്. അച്ഛനും അമ്മേനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ കേട്ട പാട് എനിക്ക് ആലോചിക്കാൻ. മോനെ, ഇത് തീക്കളിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ കളിയും. മാമ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ബ്രോക്കറോട് പറഞ്ഞിട്ട് ഈ റൂം ഒന്ന് വേഗം റെഡിയാക്കി തരാൻ പറയണം. ഇല്ലെങ്കിൽ അവളുടെ കൂടെ കിടക്കണേക്കാളും ഭേദം വല്ല ശവപ്പെട്ടിയിലും കിടക്കണതാ. മിക്കവാറും അങ്ങനെ ആവും. എന്നാ ഒരു അടിയായിരുന്നു. റൂമിന്റെ ഞാൻ പറ. എപ്പോഴത്തേം പോലെ ഉഴപ്പരുത്, കണ്ടല്ലോ. ഞാൻ അകത്തോട്ട് വേണോ അതോ പുറത്തോട്ട് വേണോ? ഞാനെന്തിനു ഓർക്കണം? അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇവിടെ തന്നെയാണല്ലോ നീ കിടക്കേണ്ടത്. എന്ത് ധൈര്യത്തില കിടക്കുക? വിശന്നിട്ടും പാടില്ല. കിടക്കണ കിടപ്പ് ഉണ്ടാവള്. ഇത്രയും വെട്ടി വിഴുങ്ങുമ്പോൾ കൂടെ ഒരുത്തല്ലേ? തനിക്ക് വേണമെന്നെങ്കിലും ചോദിക്കുക. ഒന്നില്ലെങ്കിൽ പേരിനെങ്കിലും ഞാൻ നിന്റെ ഹസ്ബൻഡ് അല്ലേ?
എനിക്കാണെങ്കിൽ വിശന്നിട്ടും പാടില്ല. ഇനിയിപ്പോൾ രാവിലെ കഴിക്കാം, നേരെ പത്രയില്. നല്ലത് മാത്രം വരുത്തണേ. എടോ എടോ ഐ എം സോറി. ഐ എം ഓൾസോ സോറി. എടോ, ഞാനിത് വേണമെന്ന് വെച്ച് ചെയ്തല്ല. ഒറ്റയ്ക്കിടന്നുള്ള ശീലമായിരുന്നു. അങ്ങനെ ആയിപ്പോയതാ. ഈ സമയത്ത് എടാ പറടാ. ഹലോ പറ. മാമൻ എന്റെ മാമനാണോ അതെന്റെ കാലനാണോ? അതെന്താടാ അങ്ങനെ ഒരു വർത്താനം? നിങ്ങളെടുത്ത് ഞാൻ പറഞ്ഞല്ലേ ഇന്ന് തന്നെ റൂം റെഡിയാക്കി തരണമെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നാ? എടാ ഞാനത് നമ്മുടെ ഹൗസ് ഓണറുടെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ സെറ്റ് ചെയ്ത് തരാന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 ദിവസോ? എന്റെ പൊന്നു അവ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം തന്നെ നാഴേക്ക് 40 വട്ടം പറഞ്ഞോണ്ടിരിക്കല്ലേ? അമ്മമാരെ വീടിന്റെ ആധാരം വരെ ഞാൻ നിങ്ങൾക്ക് അടിച്ചു മാറ്റി തന്നില്ലേ? നിങ്ങൾ ഒറ്റൊരുത്തം കാരണം ഞാനിപ്പോ ഗതിയിലായത്. നീ ഒന്ന് വെച്ചേ, ഞാനിവിടെ ഒരു അത്യാവശ്യമുള്ള പരിപാടിയില്ല. ഞാനിനെ അങ്ങോട്ട് വിളിച്ചോളാം, അല്ലെങ്കിൽ നീ വെക്കല്ലേ. ഹലോ ചെറ്റ, അയാൾക്ക് വേറെ പരിപാടി ഉണ്ടെന്ന്. കള്ളും കുടിച്ച് ഓഫായി കിടക്കാനാ കള്ളക്കിളവൻ. ഇനി എന്ത് ചെയ്യും? അടികൊണ്ട് ചാവാനായിരിക്കും യോഗം. അയ്യോ, എന്നെ കൊല്ലല്ലേ. അയ്യോ, 9 മണിയാ. എന്റെ ഓഫീസ് ജോലി കൂടെ പോയാ. എന്തോ പ്രശ്നമുണ്ടല്ലോ. ചോദിച്ചേക്കാം. എന്തു പറ്റി? ഒന്നുമില്ല. എന്നോട് പറയാൻ പറ്റുന്നാണെങ്കിൽ പറ. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഈ പ്രോഗ്രാം കുറേ ആയിട്ട് ട്രൈ ചെയ്യാം. എനിക്കങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എനിക്കാണെങ്കിൽ ഇന്ന് നൈറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ജോലിനെ നന്നായി ബാധിക്കും. Can I?
ചെക്ക് ചെയ്യോ? ഓക്കെ അല്ലേ? താങ്ക്സ്. പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ കിനാവു പോൽ വരൂ വരൂ. കോഫി. കോഫിയ? എനിക്കാ? ഇതെന്ത് പരിപായം? എന്തായാലും താങ്ക്സ് പറഞ്ഞേക്കാം. പോയോ? വെറുതെ കുറെ എക്സ്പ്രഷൻ ഇട്ടു. എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ലോകത്ത് ആദ്യമായിട്ട് അറേഞ്ച് മാരേജ് ചെയ്ത രണ്ടുപേരെ പോലെയുള്ള നിങ്ങളുടെ പെരുമാറ്റം എന്താ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഭാവി പരിപാടി? ഞാൻ അതേപ്പറ്റി ആലോചിക്കാത്ത കാര്യമൊന്നുമല്ല മാമ. രണ്ട് സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ കല്യാണം കഴിക്കുക, എന്നിട്ട് ഒരുമിച്ച് ജീവിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ നല്ല പാടായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അവള് നമ്മൾ ഈ സിനിമയിൽ സ്ഥിരം കാണുന്ന പോലെയൊക്കെ തന്നെ എനിക്കവളെ ഇഷ്ടമാണ്. ഈ ജീവിതകാലം മുഴുവൻ അവളെ കൂടെ വേണം എന്നൊക്കെ ഒരു തോന്നല്. നീ ഇപ്പൊ പറഞ്ഞതുപോലൊക്കെ തന്നെ ആയിരിക്കും അവളും ചിന്തിച്ചിട്ടുണ്ടാവുക. അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മനസ്സോർന്ന് സംസാരിക്കണം, അത്രയേ ഉള്ളൂ. എന്നാലും മാമ, നീ ഇനിയൊന്നും പറയണ്ട. വേറെ ആരോടല്ലോ, സ്വന്തം ഭാര്യയോടല്ലേ. ഇന്ന് രാത്രി തന്നെ അവളോട് സംസാരിച്ചിട്ട് എന്നെ വിളിക്കണം കേട്ടോ. എടോ, എനിക്ക് സത്യം പറഞ്ഞ ഇങ്ങനെ പറയണ്ടെന്ന് അറിയില്ല. ശരിയാണ്, പരസ്പരം ഇഷ്ടമല്ലാണ്ട് വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചത്. പക്ഷേ എത്ര നാള് നമ്മളിങ്ങനെ നമുക്കൊന്ന് ട്രൈ ചെയ്തൂടെ? എന്തായാലും നമ്മുടെ ലൈഫ് ശോകാവത്തൊന്നുമില്ല. ഹാപ്പിനെസ് ഇച്ചിരി കുറവാണെങ്കിലും തന്നെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. തൻ്റെ ഈ കണ്ണ് തറയാതെ ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു ചാൻസ് തന്നൂടെ? തന്നെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി. തന്നെ വിട്ടുകളെ എനിക്ക് കഴിയില്ലപ്പോൾ. നമുക്ക് ഈ ലൈഫ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്തൂടെ? എടോ, നമുക്കിത് പിന്നെ സംസാരിക്കാം. എനിക്ക് പോയിട്ട് കുറച്ച് വർക്കുണ്ട്.
ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. എനിക്കൊരു ചാൻസ് ഒന്നുകൂടെ. എന്തേ ചാൻസ് വേണ്ടേ? ചാൻസ് ഒക്കെ തരാം, പക്ഷെ എന്നെ കരയിപ്പിക്കരുത്. ജീവിതകാലം മുഴുവൻ ഹാപ്പി ആയിട്ട് വെക്കണം. പറ്റുമോ? ഡബിൾ ഓക്കെ.